ഇറാനും അമേരിക്ക-ഇസ്രയേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം 30-ാം ദിവസത്തിലേക്ക് കടന്നു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ പ്രമുഖ സർവകലാശാലകൾക്ക് നേരെ വ്യോമാക്രമണം ഉണ്ടായി. ടെഹ്റാൻ സർവകലാശാല, ഷെറീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. ഈ സർവകലാശാലകൾക്ക് ഉള്ളിൽ ഇറാന്റെ സൈനിക ഗവേഷണ കേന്ദ്രങ്ങളും അത്യാധുനിക ആയുധ നിർമ്മാണ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന ആരോപണത്തെ തുടർന്നാണ് ഇസ്രയേലും അമേരിക്കയും ഈ ആക്രമണം നടത്തിയത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നത് ഇത്തരം സർവകലാശാലകൾ കേന്ദ്രീകരിച്ചാണെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ആക്രമണത്തിൽ സർവകലാശാലയിലെ ഗവേഷണ ലബോറട്ടറികൾക്കും അക്കാദമിക് കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ നിരവധി വിദ്യാർത്ഥികളും പ്രൊഫസർമാരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ കൃത്യമായ കണക്കുകൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന ഈ ആക്രമണത്തെ ഒരു വാർ ക്രൈം എന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത്. ഇതിന് കടുത്ത രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. യമനിലെ ഹൂതി വിമതർ ഇസ്രയേലിന് നേരെ രണ്ടാമതും ശക്തമായ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇസ്രയേലിന്റെ തെക്കൻ തുറമുഖ നഗരമായ എയ്ലാത്ത് ലക്ഷ്യമിട്ടാണ് ഹൂതികൾ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചത്. ഇസ്രയേലിന്റെ ചെങ്കടൽ തീരത്തെ പ്രധാന വാണിജ്യ കേന്ദ്രമാണിത്. ഇസ്രയേലിന്റെ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനമായ ആരോ മിക്ക മിസൈലുകളെയും ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. എങ്കിലും ചില ഡ്രോണുകൾ നഗരത്തിന് സമീപം പതിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രയേലിലേക്കുള്ള ചരക്ക് കപ്പലുകൾ തടയുമെന്നും ചെങ്കടലിലൂടെയുള്ള ഇസ്രയേൽ ബന്ധമുള്ള എല്ലാ കപ്പലുകളെയും ആക്രമിക്കുമെന്നും ഹൂതികൾ ആവർത്തിച്ചു. GCC രാജ്യങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. UAE-യിലെയും ബഹ്റൈനിലെയും അലൂമിനിയം പ്ലാന്റുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. ഇറാൻ അമേരിക്കൻ വ്യോമസേനയുടെ E-3 AWACS, അതായത് എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനത്തെ തകർത്തു. ഈ വിമാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യുദ്ധക്കളത്തിലെ ശത്രു വിമാനങ്ങളെയും മിസൈലുകളെയും കിലോമീറ്ററുകൾക്കപ്പുറം വെച്ച് തന്നെ കണ്ടെത്താൻ സഹായിക്കുന്ന റഡാർ വിമാനമാണ് E-3 AWACS. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച റഡാർ സംവിധാനങ്ങളുള്ള ഒന്നാണിത്. ഇറാന്റെ ഖോർദാദ് 15 അല്ലെങ്കിൽ ബവാർ 373 പോലുള്ള ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളാണ് ഈ വിമാനത്തെ തകർക്കാൻ ഉപയോഗിച്ചതെന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 27-ന് 2 ദിവസം മുൻപ് ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് വിമാനത്തിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. E-3 വിമാനത്തിന് പുറമെ വ്യോമയാന ഇന്ധനം നിറയ്ക്കുന്ന 5 KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനങ്ങൾക്കും ഈ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ തടങ്കലിലായിരുന്ന 32 വയസ്സുകാരനായ ഷിയ ആക്ടിവിസ്റ്റ് മുഹമ്മദ് അൽ മൂസവി മരണപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. മാർച്ച് 19-ന് ഒരു ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് മൂസവിയെയും സുഹൃത്തുക്കളെയും അധികൃതർ കസ്റ്റഡിയിലെടുത്തത്. ഇറാനു വേണ്ടി ചാരപ്രവൃത്തി നടത്തി എന്നതായിരുന്നു ഇദ്ദേഹത്തിന് മേൽ ചുമത്തിയ കുറ്റം. കസ്റ്റഡിയിലായി ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷം, അതായത് വെള്ളിയാഴ്ച മാർച്ച് 27, 2026-ന് മൂസവിയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബത്തിന് നിർദ്ദേശം ലഭിച്ചു. മൂസവിയുടെ ശരീരത്തിലും മുഖത്തും മർദ്ദനമേറ്റതിന്റെയും പീഡനങ്ങളുടെയും പാടുകൾ ഉള്ളതായി മനുഷ്യാവകാശ സംഘടനയായ BIRD ചൂണ്ടിക്കാട്ടി. പീഡനം മൂലമാണ് മരണം സംഭവിച്ചതെന്ന് പ്രതിപക്ഷ ഗ്രൂപ്പായ അൽ വഫാഖും ആരോപിക്കുന്നു. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പബ്ലിക് പ്രോസിക്യൂഷന്റെ പ്രത്യേക വിഭാഗത്തെ ചുമതലപ്പെടുത്തിയതായി ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മർദ്ദനമേറ്റ ചിത്രങ്ങൾ കൃത്യമല്ലെന്നാണ് മന്ത്രാലയത്തിന്റെ നിലപാട്. മൂസവിയുടെ മരണത്തെ തുടർന്ന് ബഹ്റൈനിലെ മുഹ്റഖ് ഉൾപ്പെടെയുള്ള ഷിയ ഭൂരിപക്ഷ മേഖലകളിൽ വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ഇറാഖിൽ ഉടനീളം വൻ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കർഡിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റ് പ്രസിഡന്റ് നെജർവാൻ ബാർസാനിയുടെ വീടിന് നേരെയും ആക്രമണം ഉണ്ടായതായാണ് വിവരം. കർഡിസ്ഥാൻ തലസ്ഥാനമായ എർബിലിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിഡന്റ് നെജർവാൻ ബാർസാനിയുടെ ഔദ്യോഗിക വസതിക്ക് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ആക്രമണ സമയത്ത് പ്രസിഡന്റ് വസതിയിൽ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം സുരക്ഷിതനാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ, തുർക്കി, ഈജിപ്റ്റ്, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ഇസ്ലാമാബാദിൽ ഇന്ന് അടിയന്തര യോഗം ചേരുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾക്കും ഇറാൻ അധിനിവേശ നീക്കത്തിനുമെതിരെ അമേരിക്കയിലുടനീളം വൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു.
അമേരിക്കയിൽ ഭാഗികമായി ഗവൺമെന്റ് ഷട്ട്ഡൗൺ തുടരുകയാണ്. സെനറ്റ് മുന്നോട്ട് വെച്ച കരാർ റിപ്പബ്ലിക്കൻ പാർട്ടി തള്ളിയതാണ് പ്രതിസന്ധിക്ക് കാരണം. ജപ്പാൻ ഗ്രാൻഡ് പ്രിയിൽ മെഴ്സിഡസിന്റെ കിമി ആന്റിനെല്ലി വിജയിച്ചു. ഇതോടെ F1 ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ മുന്നിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി അദ്ദേഹം മാറി. 2026 ലോകകപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ബെൽജിയം അമേരിക്കയെ പരാജയപ്പെടുത്തി. മെക്സിക്കോ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു.